ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് നമുക്ക് അരിപ്പൊടി കൊണ്ട് സിമ്പിളായിട്ട് വട്ടയപ്പം എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്ക് ഒരു ബൗളിൽ 2 കപ്പ് അരിപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് പേസ്റ്റ് രൂപത്തിൽ മിക്സ് ചെയ്തെടുക്കാം. ഇതുപോലെ പേസ്റ്റാക്കി എടുത്തിട്ട് നമുക്ക് മാറ്റി വെക്കാം. നമുക്കൊരു മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിൽ ചോറ്, 1 കപ്പ് ചോറും ഒരു 1/4 കപ്പ് ആയാലും കുഴപ്പമില്ല, 1/4 കപ്പ് ചോറും നമ്മൾ 1 കപ്പ് തേങ്ങയും, ഇത് രണ്ടും കൂടി കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ഫൈൻ പേസ്റ്റായിട്ട് ഗ്രൈൻഡ് ചെയ്തെടുക്കുക. ഒരു കപ്പ് ഷുഗറും കൂടി ആഡ് ചെയ്യണം, എന്നിട്ട് ഗ്രൈൻഡ് ചെയ്തെടുക്കുക കേട്ടോ. 3ഉം കൂടി നന്നായിട്ട് ചെറിയ വെള്ളത്തിൽ മിക്സ് ചെയ്ത് നല്ലോണം ഫൈൻ പേസ്റ്റായിട്ട് ഗ്രൈൻഡ് ചെയ്തെടുക്കുക. നമ്മൾ ഗ്രൈൻഡ് ചെയ്ത് വെച്ച നമ്മുടെ ചോറിൻ്റെ മിക്സ് ഉണ്ടല്ലോ, അതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച അരിപ്പൊടിയുടെ കൂട്ടുണ്ടല്ലോ, അത് 2 ഭാഗമായിട്ട് ചേർത്ത് മിക്സിയിൽ അടിച്ചെടുക്കാം. ഇതുപോലെ ഇനി നമുക്ക് ഈസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഞാനിതിൽ 3/4 ടേബിൾ സ്പൂൺ ഈസ്റ്റാണ് ചേർത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ ചൂടുള്ള സ്ഥലത്തൊക്കെ ആണെങ്കിൽ 1/2 ടേബിൾ സ്പൂൺ ചേർത്താൽ മതി. തണുപ്പുള്ള സ്ഥലത്താണെങ്കിൽ ഒരു 3/4 ടേബിൾ സ്പൂണോളം ചേർക്കേണ്ടി വരും കേട്ടോ. നമുക്കത് ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കാം കേട്ടോ. മൂന്ന് മുതൽ 4 മണിക്കൂർ വരെ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇത് 4 മണിക്കൂർ കഴിഞ്ഞപ്പോൾ മാവ് നന്നായിട്ട് പൊന്തിയിട്ടുണ്ട്. ഇനി ആവശ്യത്തിന് ഉപ്പ് കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ഇനി നമുക്കിതുപോലെ 2 സ്റ്റീൽ പാത്രങ്ങളോ ബൗളോ എന്ത് വേണമെങ്കിലും എടുക്കാം. അതിലേക്ക് നമുക്ക് നെയ്യ് പുരട്ടി കൊടുക്കാം. അടിയിൽ കുറച്ച് നെയ്യ് പുരട്ടി കൊടുത്തിട്ട് വേണം അതിൻ്റെ മുകളിലേക്ക് ബാറ്റർ ഒഴിച്ച് കൊടുക്കാൻ. ബാറ്റർ നമുക്ക് തവിയായിട്ട് ഒഴിച്ചു കൊടുക്കുക. പാത്രത്തിൻ്റെ പകുതി വരെ മാത്രമേ ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ കേട്ടോ, കാരണം അത് പൊങ്ങി വരാൻ നേരത്ത് അല്ലെങ്കിൽ പുറത്തേക്ക് പോകും. ഇനി നമുക്കൊരു സ്റ്റീമർ ചൂടാക്കിയിട്ട് അതിൽ 1 ബൗളോ അല്ലെങ്കിൽ 2 ബൗളോ വെച്ച് കൊടുക്കാം. ഇനി നമുക്കത് മൂടി വെച്ചിട്ട് ഒരു 30 മിനിറ്റ് വേവിച്ചെടുക്കുക. മീഡിയം ഫ്ലെയിമിൽ വേണം കേട്ടോ. ഇതാ സോഫ്റ്റ് വട്ടയപ്പം റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ, നല്ല ടേസ്റ്റാണ്.
ഈ ചാനൽ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.